ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. ഇന്ന് സിമ്പിൾ വൺ ജനറേഷൻ 2നെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ വൺ ജനറേഷൻ 1 3 മാസം മുന്നേ നമ്മൾ മലപ്പുറത്ത് എത്തിയെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് ജനറേഷൻ 2ൻ്റെ വരവ്. ജനറേഷൻ 1 കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഈ വണ്ടി അത്യാവശ്യം ക്ലിക്കാവുമെന്ന് തന്നെ. എന്നാൽ ജനറേഷൻ 2 അതിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരുപാട് അപ്ഡേഷനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ലെങ്കിലും കമ്പനി പറയുന്നത് പോലെ തന്നെ ഇൻസൈഡ് ദ ആൾ ന്യൂ എല്ലാ കാര്യങ്ങളും വ്യത്യാസം വന്നിട്ടുള്ളത് ഉള്ളിൽ തന്നെയാണ്. ആദ്യം തന്നെ പറയാലോ, വണ്ടിയുടെ ബാറ്ററിയുടെ സിസ്റ്റത്തിലാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. മുന്നേ ഉണ്ടായിരുന്ന വണ്ടിയിൽ 1.5 കിലോ വാട്ടിൻ്റെ പോർട്ടബിൾ ബാറ്ററിയും 3.5 കിലോ വാട്ടിൻ്റെ ഫിക്സ്ഡ് ബാറ്ററിയാണ് വന്നിരുന്നത്. ആ സെറ്റപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് 5 കിലോ വാട്ടിൻ്റെ ഒരു ഫിക്സ്ഡ് ബാറ്ററി അതിൻ്റെ ഫുഡ് ബോർഡിലാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ഇത് കാരണം കൊണ്ട് തന്നെ വണ്ടി ടോപ്പ് ഹെവി ആയിട്ട് തോന്നില്ല. കാരണം ബാറ്ററി താഴോട്ട് പോകുന്നതോടുകൂടെ വണ്ടിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ താഴല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെബിലിറ്റി വണ്ടിക്ക് കിട്ടുന്നതാണ് തോന്നുന്നത്. 3 വേരിയൻസ് ആയിട്ടാണ് കമ്പനി വണ്ടി പ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് ഈ 5 കിലോ വാട്ട് വരുന്ന ബാറ്ററി വരുന്നത്. മിഡിൽ വേരിയൻറ്റിലാകട്ടെ 4.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. ബേസ് മോഡലായിട്ടുള്ള സിമ്പിൾ വൺ എസിൽ വരുന്നത് 3.7 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്ന പീക്ക് പവർ 8.8 കിലോ വാട്ട് ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് പവർ വരുന്നത് 4.5 കിലോ വാട്ടാണ്. ടോർക്ക് വരുന്നത് 72 Nm. ബാറ്ററി 5 കിലോ വാട്ട് വരുന്ന ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ IDC റേഞ്ച് കമ്പനി പറയുന്നത് 265 കിലോമീറ്റേഴ്സ് ആണ്. എങ്ങനെ പോയാലും നമ്മുടെ കയ്യിലുള്ള ഓൾഡ് ജനറേഷൻ 4 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്ന വണ്ടിക്ക് തന്നെ 110+ കിലോമീറ്റേഴ്സ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അന്നൊക്കെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് പറഞ്ഞിരുന്നത് 180 കിലോമീറ്റേഴ്സ് എന്നായിരുന്നു. അത് എക്കോ മോഡലാണ് കേട്ടോ. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും 265 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എക്കോ മോഡലാണ് അവർ പറയുന്നത്. 5 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു നോർമൽ റേഞ്ചിലൊക്കെ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കിട്ടുന്നത് ഒരു 180-190 ഒക്കെ ആയിരിക്കും റിയൽ വേൾഡ് റേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾഡ് ജനറേഷൻ സിമ്പിൾ വൺ ഉപയോഗിച്ചവരൊക്കെ റേഞ്ച് അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാട്ടോ. 0 to 80% ഈ വണ്ടി ചാർജ് ആക്കാൻ 5 മണിക്കൂർ മുതൽ 20 മിനിറ്റാണ് സമയം വരുന്നത്. ഇതിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ഒല്ലയിലൊക്കെ വരുന്ന പോലെ തന്നെ Type 6 ഗണ്ണാണ് വരുന്നത്. അത് നമുക്ക് നാട്ടിലുള്ള പബ്ലിക് ചാർജേഴ്സ് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. ബോൾട്ടിൻ്റെ ഒക്കെ ഈ ചാർജേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അത് വെച്ച് നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 2 ഹവേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഫുൾ ചാർജ് ആക്കാം എന്നാണ് കമ്പനി പറയുന്നത്. ഈ ബോൾട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജേഴ്സ് ഒക്കെ വരുന്നത് ഏകദേശം 3.3 കിലോ വാട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 5 കിലോ വാട്ട് ഡിവൈഡ് ബൈ 3.3 കിലോ വാട്ട് വരുമ്പോൾ 1.66 കറക്റ്റ് ആണല്ലേ. 2 ഹവേഴ്സ് കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ 0 to 100% എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 0 to 60 അല്ലെങ്കിൽ 0 to 80% ഒക്കെ വണ്ടി ചാർജ് ആവാൻ ഏകദേശം ഒരു 1 മണിക്കൂറും 20 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് കണക്കൂട്ടാം റഫായിട്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് പ്രാക്ടിക്കലാണ്. ഇനി 1 മണിക്കൂർ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് 50%-ലധികം ചാർജ് കിട്ടുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 265 എന്നൊക്കെ പറയുമ്പോൾ ഒരു 150+ കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടുന്നില്ലേ. കാറിലൊക്കെ പോലെ റീജനറേഷൻ ലെവലൊക്കെ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലും കൊടുക്കുന്നുണ്ട്. ലെവൽ 1 മുതൽ ലെവൽ 4 വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റീജനറേഷൻ ലെവലും ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മിഡിൽ വേരിയൻറ്റിലോട്ട് പോകാം. മിഡിൽ വേരിയൻറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററിയിൽ വ്യത്യാസം വന്നു. 4.5 കിലോ വാട്ട് വരുന്ന ബാറ്ററി വരുന്നു. അതുപോലെ തന്നെ പീക്ക് പവർ വരുന്നത് 6.4 കിലോ വാട്ട് ആണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് പവർ വരുന്നത് 3.5 കിലോ വാട്ടാണ്. ടോർക്ക് വരുന്നത് 52 Nm. മോശമല്ലാത്ത IDC റേഞ്ച് ഈ വണ്ടിക്കും പറയുന്നുണ്ട് കേട്ടോ. 236 കിലോമീറ്റേഴ്സ്. എക്കോ മോഡിലാണ് മിക്ക ബ്രാൻഡുകളും അവരുടെ മാക്സിമം റേഞ്ച് പറയാറ്. എന്നാൽ ഇവരുടെ എക്കോ മോഡിന് പ്രത്യേകത ഉണ്ട്. എക്കോ മോഡും ഉണ്ട്, എക്കോ മോഡ് എക്സും ഉണ്ട്. നമ്മൾ ഏതറിലൊക്കെ വരുന്ന പോലെ സ്മാർട്ട് എക്കോ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ എക്കോ മോഡിനാണെങ്കിൽ പ്രത്യേകത ഉണ്ട്. 50+ കിലോമീറ്റേഴ്സ് ഈ എക്കോ മോഡിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് 236 ഒക്കെ കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലാത്ത റേഞ്ച് അല്ലേ. ഒരു 200+ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 0 മുതൽ 80% വരെ ഈ വണ്ടി ചാർജ് ചെയ്തെടുക്കാൻ നമ്മുടെ വീട്ടിലുള്ള നോർമൽ ചാർജർ ആണെങ്കിൽ 4 മണിക്കൂറും 15 മിനിറ്റുമാണ് ടൈം എടുക്കുന്നത്. ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഈ വണ്ടി ഫുൾ ചാർജ് ആവും. ബേസ് മോഡലായിട്ടുള്ള സിമ്പിൾ വൺ എസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി 3.7 കിലോ വാട്ട് ആണെങ്കിലും ഇതിൻ്റെ പവർ, ടോർക്ക് കാര്യങ്ങളൊക്കെ മിഡ് വേരിയൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനും വരുന്നത്. കമ്പനി പറയുന്ന IDC റേഞ്ച് ആണെങ്കിൽ 190 കിലോമീറ്റർ ആണ്. നമ്മുടെ ഒലയുടെ പോലെ തന്നെയാണ് അല്ലേ. ബാറ്ററി ഓല ഏകദേശം 4 കിലോ വാട്ടാണ് കമ്പനി പറയുന്നതെങ്കിൽ അതിൻ്റെ റേഞ്ചിൻ്റെ വണ്ടിക്ക് 180 കിലോമീറ്റർ പറയുന്നു. അതേപോലെ എക്കോ മോഡിലാണ് കമ്പനി എനിക്ക് 190-180 കിലോമീറ്റർ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എക്കോ മോഡ് തന്നെയാണ്, കറക്റ്റാണ്.
പക്ഷേ ഇവരുടെ എക്കോ മോഡിന് ഒരുപാട് പ്ലസ് പോയിൻ്റ് ഉണ്ട്. 50+ കിലോമീറ്റേഴ്സൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ എക്കോ മോഡ് കൂടിയാണ്. നമ്മൾ ഒല്ലയിലൊക്കെ ഒരു 40 കിലോമീറ്റേഴ്സിൽ അങ്ങോട്ട് നിൽക്കും. അത് ഫുള്ളായിട്ട് ത്രോട്ടിൽ കൊടുത്താലും വണ്ടി മൂവ് ചെയ്യാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. എക്കോ മോഡ് അവിടെ പ്രാക്ടിക്കൽ അല്ല, ഇവിടെ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഇത് റേഞ്ച് അടിപൊളിയാണ് കേട്ടോ. 0 മുതൽ 80% വരെ ഈ വണ്ടി ചാർജ് ആക്കാൻ 4 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. ഈ നമ്മൾ ഫാസ്റ്റ് ചാർജസ് ഈ വണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും, 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ബേസ് മോഡലിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ റീജനറേഷൻ ലെവൽ ആകെ ലെവൽ 1 മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വണ്ടി പറത്തി കളയാൻ നമുക്ക് 2 മോഡ് കൂടി നൽകിയിട്ടുണ്ട്, സോണിക്കും അതേപോലെ സോണിക് എക്സും. ഇനി കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ സ്ക്രീനിൽ തന്നെ ടയർ പ്രഷർ ലൈവായിട്ട് നമുക്ക് അറിയാൻ പറ്റും. 4 ട്രാക്ഷൻ മോഡ്സ് നൽകിയിട്ടുണ്ട്, റെയിൻ, റോഡ്, റാലി, ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ബേസ് മോഡലിലും ടോപ്പ് എൻഡ് വേരിയൻറ്റിലും വരുന്ന മറ്റൊരു ഡിഫറൻസ് ആണ് സ്ക്രീന്. വണ്ടിയുടെ ആ ടച്ച് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ 7-inch TFT സ്ക്രീനാണ് ടോപ്പ് എൻഡിലൊക്കെ വരുന്നത്. എന്നാൽ ബേസ് എൻഡിൽ വരുന്ന സമയത്ത് അവിടെ ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്. ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഒരു ടോഗിൾ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ആ ടോഗിൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തിപ്പെടാമെങ്കിലും അത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ആ ടോഗിൾ സ്വിച്ചും ഉണ്ട്, നമുക്ക് ടച്ച് സ്ക്രീൻ ലെവലിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന പോലെ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് പറയാം. ഡ്രോപ്പ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ കൂടി ഒരുപാട് അപ്ഡേഷനിൽ ഇനിയും ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. കമ്പനികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഡ്രോപ്പ് സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ മോട്ടോർ കട്ട് ഓഫ് ആവും, പിന്നെ ആക്സലറേഷന് വർക്ക് ചെയ്യില്ല. അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്, എൻ്റെ അനുഭവത്തിലുള്ളതാണ്. എൻ്റെ വണ്ടിയിൽ നിന്ന് ഒരു വട്ടം വീണിട്ട് ഈ ഡ്രോപ്പ് സേഫ് മോഡ് ഓണായി, നമ്മൾ ഒലയിൽ വരുന്നുണ്ട്. അയ്യോ, വണ്ടിയുടെ ലൈറ്റുകളെല്ലാം മിന്നി കത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വന്നു, നമ്മുടെ ആംബുലൻസ് ഒക്കെ പോകുന്ന ശബ്ദം. അത്രയും വലിയ ശബ്ദമായിരുന്നു അപായ സിഗ്നലായിട്ട് വന്നത്. ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും, ആ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ആക്സിഡൻ്റ് ആയ കാര്യം. എല്ലാവരും കൂടെ ഓടി വന്നപ്പോഴേക്കും ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. വണ്ടി എടുത്ത് മുകളിലോട്ട് വെക്കുന്ന സമയത്ത് എങ്ങനെ ഓഫാക്കുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഏതോ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓഫായി. എന്തായാലും മോട്ടർ കട്ട് ഓഫ് ആയിരുന്നു, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിരുന്നു. നല്ല സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്രോപ്പ് സേഫ് മോഡ് എന്ന് പറയുന്ന ഈ മോഡിലോട്ട് വണ്ടി മാറുന്നത് ആ സമയത്ത്. പിന്നെ വരുന്നത് റാപ്പിഡ് ബ്രേക്ക് അലേർട്ടാണ്. അതൊരു ബ്രേക്കിങ്ങിൻ്റെ നമ്മൾ ഈ കൊളീഷൻ, വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഇടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണത്. പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് ലൈറ്റ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവർ അലേർട്ട് ചെയ്യും ബാക്കിൽ വരുന്ന ആൾക്കാരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് തെഫ്റ്റ് ആൻഡ് ടോ അലേർട്ട്. അതായത് ആരെങ്കിലും വണ്ടി എടുത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരും. അതായത് ഉന്തി കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ ലോക്ക് പൊട്ടിച്ച് കൊണ്ടുപോകുന്ന ആ സമയങ്ങളിൽ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ തെഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും നോട്ടിഫിക്കേഷൻസ് നമ്മളെ ഫോണിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. വണ്ടി നമ്മൾ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈറ്റ്സ് ഓഫ് ആവില്ല. നമ്മൾ പോകുന്ന ആ ഭാഗത്തിലോട്ട് നമ്മൾ ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടും കുറച്ച് നേരം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ പാർക്കിംഗ് മോഡ്, നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി മുമ്പിലോട്ടും പിന്നിലോട്ടും ചെറുതായിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മോഡിലിട്ടിട്ട് വണ്ടി നമുക്ക് കറക്റ്റ് പാർക്ക് ചെയ്തിടാം. ഇതൊക്കെ നമ്മുടെ ഒലക്കാര ആദ്യം നമുക്ക് തന്ന ഫീച്ചേഴ്സ് ആട്ടോ, അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. എന്തായാലും ഒല വളരെ പിന്നിപ്പോയി, വളരെ മോശമല്ലേ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. വണ്ടികൾ അടിപൊളി വണ്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, വണ്ടിയുടെ സർവീസ് അടിപൊളിയാവണേ, അല്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ഈ വണ്ടി കളേഴ്സ് വരുന്നത് സിംഗിൾ ടോണിലും വരുന്നുണ്ട്, ഡ്യുവൽ ടോണിലും വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് മോഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ മോഡിലൊക്കെ വരുന്ന സ്പീഡുകളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തത കിട്ടും. എക്കോ മോഡ് എക്സ് എന്ന് പറയുന്ന ആ മോഡിൽ നമ്മൾ വണ്ടിയിട്ട് ഓട്ടുകയാണെന്നുണ്ടെങ്കിൽ 56 കിലോമീറ്റർ വരെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്ര ഉണ്ടെന്നുള്ളത്, എക്കോ മോഡ് എക്സിലും എക്കോ മോഡിലും. ഓക്കെ, ഇനി റൈഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ മറ്റുള്ള വണ്ടികളിലൊക്കെ വരുന്ന നോർമൽ മോഡ്, അതിൽ ടോപ്പ് സ്പീഡ് നമുക്ക് പോകാൻ പറ്റുന്നത് ഏകദേശം 70 കിലോമീറ്റേഴ്സിലാണ് പോകാൻ പറ്റുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു ടോപ്പ് അവിടെ ബേസ് മോഡലിലും അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ വേരിയൻറ്റിലും വരുന്ന ടോപ്പ് പവറുള്ള മോഡ്, എയർ മോഡ്, അതിൽ 90 കിലോമീറ്റർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള ആ ഒരു സോണിക് മോഡ് അല്ലെങ്കിൽ സോണിക് എക്സ് മോഡ്, അത് 105 to 115 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കാര്യമാണ് വണ്ടിയുടെ വാറണ്ടി. ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ വാറണ്ടി നിർബന്ധമായിട്ടും നോക്കണേ. വെഹിക്കിൾ വാറണ്ടി വരുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് പറയുന്നത്. അത് വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. 30,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയുടെ കേസിൽ പെട്ടെന്ന് അത് ഓടി
കിലോമീറ്റർ ആവും. കാരണം പെട്രോൾ അടിക്കേണ്ട കേസ് ഇതിൽ വരുന്നില്ലല്ലോ. പെട്ടെന്ന് കിലോമീറ്റർ ആവും. അപ്പോൾ നിങ്ങൾ വാറൻറ്റി മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. ഇവിടെ എക്സ്റ്റെൻഡ് വാറൻറ്റി 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 5 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സ്. അതും പോരെൻ്റെ അഭിപ്രായത്തിൽ അതിന് മുകൾക്ക് എടുത്തോളിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8 വർഷമോ അല്ലെങ്കിൽ 80,000 കിലോമീറ്ററോ അത് മാക്സിമം എടുക്കാൻ പറ്റും നോക്കുക. ഇലക്ട്രിക് വണ്ടിയല്ലേ, മാക്സിമം വാറൻറ്റി തന്നെ ഇരുന്നോട്ടെ. കമ്പനി തരുന്ന പോർട്ടബിൾ ചാർജർ, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചാർജർ 750 വാട്ട്സിൻ്റെ ചാർജേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ വാറൻറ്റി വരുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 20,000 കിലോമീറ്ററോ ആണ്. ചാർജറിൻ്റെ വാറൻറ്റി വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജേഴ്സ് പോകുന്നുണ്ട്, നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ പോയതാണ്, റീപ്ലേസ് ചെയ്ത് കിട്ടിയതുമാണ്. വണ്ടിയുടെ ബൂട്ട് സ്പേസിൻ്റെ ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. 35 ലിറ്റർ ഇപ്പോൾ അവിടെ നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. കാരണം നമ്മളെ പഴയ പോലെ അല്ല, ആ പോർട്ടബിൾ ബാറ്ററി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. പുതിയതായിട്ട് ഫ്രണ്ടിൽ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. അതിന് 1 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഇത് എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. ഇനി ഡയമെൻഷൻസ് നോക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 172 mm ആണ്. വീൽ ബേസ് വരുന്നത് 1347 mm. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 780 mm. വാട്ടർ വീഡിങ് കപ്പാസിറ്റി വരുന്നത് 300 mm ആണ്. IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ് വണ്ടി. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് വെയിറ്റിലും വ്യത്യാസം വരുന്നുണ്ടാവും. 5 കിലോ വാട്ട് ആകുമ്പോൾ 129 കിലോഗ്രാം വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ 118 കിലോഗ്രാമും വരുന്നുണ്ട്. ഓൾഡ് ജനറേഷനിൽ സൂപ്പർ സ്റ്റാക്ക് OS ആണെങ്കിൽ പുതിയ ജനറേഷനിൽ വന്നപ്പോൾ അവരുടെ ഓൺ ബ്രാൻഡിൽ തന്നെ സിമ്പിൾ OS എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു സോഫ്റ്റ്വെയർ വേർഷനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ടയറും സസ്പെൻഷനും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഡ്യുവൽ സസ്പെൻഷൻ തന്നെ നൽകിയിട്ടുള്ളത്. റിയർ സൈഡിലാണെങ്കിൽ സിമെട്രിക്കൽ മോണോഷോക്കാണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷനിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈഡ് ചെയ്തിട്ട് തന്നെ അത് റൈഡിങ് കംഫർട്ട് നോക്കി മനസ്സിലാക്കേണ്ടി വരും. 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഫ്രണ്ടിലും റിയറിലും നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ എല്ലാ വേരിയൻസിലും ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ പ്രൈസിങ്ങിലോട്ട് നോക്കാം. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1.78 lakhs ആണെന്നുണ്ടെങ്കിൽ മിഡിൽ വേരിയൻറ്റ് വരുന്നത് 1.70 lakhs ആണ്. ബേസ് മോഡൽ വരുന്നത് 1.50 lakhs. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ ഇലക്ട്രിക് വണ്ടി എടുക്കണോ വേണ്ടേ, അതോ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങനെ നിങ്ങളുടെ വിലയേറിയ ആ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.